ഫോട്ടോ പോലെ തോന്നുന്ന ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട്, ആളുകളുടെ ഫേസ് റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാനായിട്ട് ആവശ്യമുള്ള ടൂൾസ് എന്തൊക്കെയാണ്? ശരിക്കും മിനിമൽ ടൂൾസ്, സാധാ പെൻസിൽ ഉപയോഗിച്ചും ഇത് വരയ്ക്കാം. കുറച്ചും കൂടി ടൂൾസിന് എണ്ണം കൂട്ടുകയാണെങ്കിൽ ആ വരയ്ക്കുന്ന പ്രോസസ്സ് കുറച്ചും കൂടി സ്പീഡാക്കാനും നമ്മുടെ ഡ്രോയിങ്ങിൽ കുറെ കൂടി റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. നമ്മളൊരു പോർട്രേറ്റ് സ്കെച്ച് ചെയ്യുമ്പോൾ മെക്കാനിക്കൽ പെൻസിൽ യൂസ് ചെയ്താൽ വളരെ നല്ലതാണ്. നോൺ ഡസ്റ്റ് ഇറേസർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഞാൻ പുതുതായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷാർപ്പനറാണ് ഇത്, മെക്കാനിക്കൽ ഷാർപ്പനർ. 2H മുതൽ അല്ലെങ്കിൽ 3H 4H റേഞ്ച് മുതൽ HB 2B 4B 5B 6B മുതൽ 10B വരെയുള്ള ഷെയ്ഡിങ് പെൻസിൽസ് യൂസ് ചെയ്യാം. നമുക്ക് ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ഫേസിൽ സോഫ്റ്റ് ആയിട്ട് ഷെയ്ഡ് വീഴുന്ന ഭാഗം നമ്മൾ എല്ലായ്പ്പോഴും പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യണമെന്നില്ല. അതിന് പകരം ഗ്രാഫൈറ്റ് പൗഡറിൽ നമ്മുടെ സാധാ ഒരു സിന്തറ്റിക് ബ്രഷ് മുക്കിയിട്ട് പേപ്പറിന്റെ മുകളിലൂടെ ഇങ്ങനെ പെയിന്റ് ചെയ്യുന്ന പോലെ ആക്കി കഴിഞ്ഞാൽ ആ ഒരു സ്കിൻ ടോൺ, അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള നല്ല ബ്ലെൻഡ് ചെയ്ത ഷെയ്ഡ് നമുക്ക് കിട്ടും. ചെറിയ ചെറിയ പോർഷൻസ്, ചെറിയ ചെറിയ ലൈൻസ്, വൈറ്റ് ഗ്യാപ്സ് ഒക്കെ മോണോസിർ ഇറേസർ വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ഷെയ്ഡ് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാൻ മാത്രമല്ല, നമ്മുടെ ഫേസിലെ ചില പാറ്റേൺസ്, ചില ചുളിവുകളൊക്കെ ഈ ബ്ലെൻഡിങ് സ്റ്റംപ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. വൈറ്റ് ജെൽപ്പെന്നും നല്ല ഹൈലൈറ്റ് വീഴുന്ന ഭാഗത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കണ്ണിൻ്റെ ഉള്ളിൽ വീഴുന്ന ഹൈലൈറ്റ്, മൂക്കിൻ്റെ തുമ്പത്ത് വീഴുന്ന ഹൈലൈറ്റ്, അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ടെക്സ്ചർ കൊടുക്കാനായിട്ട് വൈറ്റ് ജെൽപ്പെൻ യൂസ് ചെയ്യാം.